കുപ്പിവളകളോട് ആ ഒരു ഇഷ്ടം അത് നമ്മൾ സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവുന്നതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ സരോജിനി പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. അവർ ഒരുപാട് കുപ്പിവളകൾ കൊണ്ടുവരും. ഇതിനൊക്കെ എൻ്റെ അമ്മ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് വളകൾ എൻ്റെ അമ്മ മേടിച്ച് തന്നിട്ടുണ്ട്. +1 +2 കാലമായപ്പോൾ ബ്ലാക്ക് മെറ്റൽ വളകളുടെ ഒരു തരംഗമായി. അതും കുറേ മേടിച്ച് കൂട്ടി. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ സ്ഥലമാണെങ്കിലോ ഒരു അറബി രാജ്യം, ദോഹ, ഖത്തർ. ഇപ്പോഴത്തെ പോലത്തെ ഷോപ്സ് ഒന്നും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ആരോടൊക്കെയോ ചോദിച്ചിട്ട് അനുവേട്ടൻ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു. ദോഹയിലെ സൂക്കിലുള്ള ഒരു കുഞ്ഞ കട. പാകിസ്ഥാനി ബാംഗിൾസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് കളക്ഷൻസേ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറായി. എൻ്റെ കുപ്പിവള ക്രഷ് ഇന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വളകൾ മേടിച്ച് തന്ന് ഇപ്പോൾ എവിടെ വള കണ്ടാലും അനുവേട്ട ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ധന്യ നിനക്ക് വള വാങ്ങിക്കണ്ടേന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അച്ഛനും. എവിടെ കുപ്പിവള കട കണ്ടാലും ഉടനെ ചോദിക്കും, മോളെ വള മേടിക്കണ്ടേ? എനിക്ക് അന്നും ഇന്നും ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഞാനൊന്ന് കയറി നോക്കട്ടെ, പിന്നെ അങ്കടാ മേടിച്ചു കൂട്ടും. തിരുപ്പതി പോയപ്പോൾ അവിടെ പത്മാവതി ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റിനും ഒരുപാട് കുപ്പിവള കടകളുമുണ്ട്. ഈ കുപ്പിവളകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ചെറിയ സ്വർഗം പോലെയാണ്. അതുകൊണ്ട് ഇനി അവിടെ പോകുന്നവർ തീർച്ചയായിട്ടും ആ കടകളിൽ ഒന്ന് ചുറ്റി നോക്കണം. നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. കൈ ഒഴിഞ്ഞ് തിരികെ വരാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ.